രഞ്ജിത്ത് കേൾക്കാമോ? രഞ്ജിത്ത് ഇപ്പൊ കേൾക്കാം, പറഞ്ഞോ. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ രാത്രി എത്ര മണി വരെ ഈ രക്ഷാദൗത്യം തുടരും എന്നാണ് ഇപ്പോൾ വരുന്ന ഒരു ഏകദേശ ധാരണ? ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ കുറച്ചു മുമ്പ് ഞാൻ ഒരു വാർത്താ സമ്മേളനം കൊടുത്തായിരുന്നു. ഞാൻ പറയാം, ഇപ്പൊ നമ്മളിപ്പം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. കാരണം ഇച്ചിരി ഹെവി ആണ്. കാരണം നമുക്ക് ലൈറ്റിംഗ് അത്ര സെറ്റ് കിട്ടിയിട്ടില്ല. നാളെ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള വീണ്ടും നോക്കുന്നത്. കാരണം ഇച്ചിരി നല്ല മഴയുണ്ട്. എല്ലാവരും NDRF പിൻവാങ്ങി. ഇപ്പൊ നമ്മൾ പ്രൊക്ലൈനേഴ്സ് നമുക്കൊരു 5 വൈകിട്ട് വിട്ട് തന്നിരുന്നു. അപ്പൊ അവരും അവരുടെ ഓപ്പറേറ്റേഴ്സ് മാറി. കാരണം അവർക്ക് ഭയമാണ് ഈ ഓപ്പറേറ്റ് ചെയ്യാൻ. അവർക്കും ഭയമാണ് ഓപ്പറേറ്റ് ഇടിഞ്ഞു വീഴും. നമ്മള് ജീവൻ ഒരു പ്രശ്നമില്ല, നമ്മൾ ഓപ്പറേറ്റ് ചെയ്താൽ പറഞ്ഞിട്ടുണ്ടാവും 10 മണി 15 അടിച്ച് ഓടണമെന്ന് ഞാൻ സ്പെഷ്യൽ ഇത് കളക്ടർ റിക്വസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷേ ഈ ഇവര് സാധാരണ കുറവുണ്ട്. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, നല്ല ലാൻസ് ശരിയാണ്. പക്ഷെ അൺഒഫീഷ്യലി നാളെ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് മാക്സിമം പ്രതീക്ഷിക്കുന്നത്. ഈ ഇത്ര ഭാഗത്ത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു ഞാൻ പറഞ്ഞു GP അതിന്റെ ലൊക്കേഷൻ കിട്ടിയ സ്ഥലത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് അവിടെയാണ്. ഇപ്പൊ വീണ്ടും മഴ തുടങ്ങി. മഴത്താണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഇപ്പൊ ഞാനും കുറച്ച് ഇവിടുത്തെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കി NDRF എല്ലാം പിൻവാങ്ങുകയാണ്. അപ്പൊ അൺഒഫീഷ്യലി ഇന്നത്തെ രക്ഷാദൗത്യം അവസാനിക്കുകയാണ് 8:10 ആകുമ്പോഴേക്കും. രഞ്ജിത്ത്, അൺഒഫീഷ്യലി ഇന്നത്തെ രക്ഷാദൗത്യം അവസാനിപ്പിക്കുകയാണ് NDRF അല്ലേ? കേട്ടില്ല. അല്ല, അൺഒഫീഷ്യലി ഇന്നത്തെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് അവിടെ അല്ലേ? ഇന്നിപ്പോ തൽക്കാലം ഇപ്പൊ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ കാരണം ഒരു കോപ്പറേഷൻ വന്നിട്ടില്ല. കാരണം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 മണിക്ക് ഞാൻ അവിടെ എത്തിയതിനു ശേഷമാണ് നേരായ ദിശയിലേക്ക് മാറുന്നത്. അതെല്ലാം ഇവിടെ മലയാളികളായ നമ്മുടെ ഗണേഷ് കുമാർ സാറ് വിട്ട അവരെല്ലാം സാക്ഷികളാണ്. നമ്മൾ വന്ന ഒരു ദിശയിലേക്ക് മാറ്റിയത്. ഇവരെല്ലാം ഇവിടെ നിൽപ്പുണ്ട് ഇപ്പൊ. അല്ല രഞ്ജിത്ത്, ഈ സ്ഥലത്ത് ശരിയായ ദിശയിലല്ല അവര് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു വഴിയിലുള്ള മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ആവശ്യമില്ലാതെ. ഈ ലോറി കിടക്കുന്ന ആ ഒരു സ്പോട്ടില് നേരത്തെ അവരുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ട സ്പോട്ടിൽ അവരൊന്നും ഒരു കെയറും കൊടുക്കാതെ അവര് വേറെ സ്ഥലത്ത് തപ്പിക്കൊണ്ടിരിക്കുക. ഇപ്പൊ 3 മണി തൊട്ടാണ് നമ്മളിപ്പോ കളക്ടറിനോട് ഇത് വാങ്ങിച്ചത്. പക്ഷെ അനുമതി വാങ്ങിച്ചുകൊണ്ട് ഈ പ്രൊക്ലൈൻ എടുത്താൽ ഇങ്ങോട്ട് മാറ്റി ഇപ്പൊ നമ്മള് GPR വെച്ച് ആ സ്ഥലത്തേക്ക് ആരും തന്നെ കയറിയിട്ടില്ല. കാരണം ഒന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ വളരെ ഡേഞ്ചർ. മുകളിൽ ഇടിഞ്ഞു വരുന്ന അരക്കെട്ടിനോളം ചെളിയിലേക്ക് താഴ്ന്നു പോകുന്നു. രഞ്ജിത്ത് ഇന്നലെ ഇതേ സമയം നമ്മുടെ ഈ എൻകൗണ്ടർ ചർച്ചയിൽ രഞ്ജിത്ത് ഉണ്ട്. അപ്പൊ രഞ്ജിത്ത് ഇന്നലെ പറഞ്ഞ അതേ ആശങ്ക അവിടെ പോകുമ്പോൾ രഞ്ജിത്ത് നേർക്കുന്നവർ കാണുകയാണ് അല്ലേ? അതെ, നല്ല പ്രശ്നം. നമ്മൾ നിൽക്കുന്ന വളരെയധികം വരുന്ന താഴെ നിന്ന് മാറി നിന്ന് എല്ലാവരും കണ്ടിരുന്നു. മിനിസ്റ്റർ വന്നിരുന്നു, കളക്ടർ വന്ന്, ഡെപ്യൂട്ടി കളക്ടർ, ഇവിടുത്തെ എല്ലാ SP കണ്ടുകൊണ്ടിരിക്കുക. അവർ തന്നെ വളരെ പ്രയാസമേലാണ് നിന്നത്. കാരണം നമ്മൾ കയറി പോകുന്ന കണ്ടിട്ട് ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ കയറുമ്പോഴത്തേക്ക് ചെറിയ ലാൻഡ് സ്ലൈഡിംഗ് ഉണ്ട്. ഇവിടെ പുറത്തുനിന്ന് വളരെ ലിമിറ്റഡ് ആൾക്കാർ മാത്രം ഓപ്പറേറ്റേഴ്സ് മാത്രം അനുവദിക്കുന്നുള്ളൂ. ഇപ്പം കയറിയത് GPR ആൾക്കാരെ കൊണ്ട് ഇപ്പൊ അതിന്റെ പ്രൊട്ടക്ഷൻ ഫുള്ള് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് NDRF നമ്മളോടാണ് കയറിയ ലൊക്കേഷൻ ഇപ്പം മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ നാളെ ഏർലി മോർണിംഗ് ചെയ്യാനുള്ളത്. കാരണം നമുക്ക് ലൈറ്റിംഗ് അത്ര പോരാ. നമ്മൾ പകല് കാണുന്ന പോലെ അല്ലേ, ലൈറ്റിംഗ് അത്ര കിട്ടിയിട്ടും വലിയൊരു ഹ്യൂജ് ഏരിയ ആണത്. അതിൽ മാസ് ഏരിയ നമുക്ക് പെട്ടെന്ന് ഓടി മാറാൻ പറ്റില്ല. കാരണം ഈ ചെളി ഉണ്ട്. നമ്മൾ വലിയ ഗംബൂട്ട് ഇട്ടിട്ട് പോലും ഇത് പറ്റുന്നില്ല. അതിന്റെ നടക്കാൻ പിടിക്കാനൊന്നും പറ്റുന്നില്ല. നമ്മൾ മാക്സിമം ട്രൈ ഔട്ട് ചെയ്യും. നമ്മൾ എന്താ ഭക്ഷണം പോലും കഴിക്കാതെ വെള്ളം പോലും കുടിക്കാൻ മാക്സിമം നമ്മൾ എന്നാൽ മതി. മൂന്ന് നേരെ ഇങ്ങോട്ട് വരുമായിരുന്നു. ഓടി പെട്ടെന്ന് തന്നെ വന്ന് കഴിക്കുക. ഈ സ്ഥലത്തു നിന്ന് നമ്മൾ ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റിയെടുത്ത് അതൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് തോന്നുന്നു. ആ സ്ഥലത്തേക്ക് കണ്ടിന്യൂ നാളെ ഏർലി ആസ് മോർണിംഗ് നമ്മൾ പറഞ്ഞപ്പോൾ NDRF സാറിനോട് പറഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് രാവിലെ തന്നെ വന്ന് എത്രയും പെട്ടെന്ന് തന്നെ അത് ആ സ്പോട്ടിൽ നമ്മളിപ്പം ഇന്നത്തെ ബാക്കി അത് ബാക്കിയുള്ള ഡെബ്രിസ് അവിടെ മാറ്റണം. അതാണിപ്പോ അത് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യാൻ നോക്കുന്നത് നാളെയും. അല്ല, ഈ മണ്ണ് മാറ്റാൻ ആവശ്യമായ JCB, ഹിറ്റാച്ചി, പ്രൊക്ലൈനറൊക്കെ ഇപ്പം നിലവിലുണ്ടോ രഞ്ജിത്ത്? യഥാർത്ഥ വസ്തു എല്ലാം ഇഷ്ടം പോലെ മെഷീനറീസ് ഉണ്ട്. പക്ഷെ അവരെല്ലാം ആ ഒരു റോഡ് സൈഡിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനെ മാറ്റി ദിശ മാറ്റി നമ്മളിപ്പോ ഈ സൈഡിലേക്ക് ട്രക്ക് കിടക്കുന്ന സൈഡ് എന്ന് പറഞ്ഞ ട്രക്ക് പാർക്ക് ചെയ്യേണ്ടത് ആ സൈഡിലേക്കാണ്. ആ ഒരു സെഡിമെന്റ്സ് ആ ഒരു ഡെബ്രിസ് മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ട്രക്ക് പൂർണ്ണമായിട്ട് അവിടെ തന്നെ ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പൊ ഞങ്ങളുടെ എന്റെ കണക്കൂട്ടല്, NDRFന്റെ കണക്കൂട്ടല്, GPR നോക്കുന്ന ആ ഒരു ടീമിന്റെ കണക്കൂട്ടലെല്ലാം ആ ഒരു പോയിന്റ് ലൊക്കേഷൻ ചെയ്താണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ നമ്മളെ സമന്വയിപ്പിച്ച് ഈ ഒരു റിപ്പോർട്ട് വൈകുന്നേരം വന്ന മീറ്റിംഗ് കൂടി നമ്മളെ സമർപ്പിച്ച് ഇന്നലെ രഞ്ജിത്ത് പറഞ്ഞത് നമ്മുടെ ഉത്തരാഖണ്ഡ് മോഡലിൽ ഷാഫ്റ്റ് അടിച്ചിറക്കി അത്തരത്തിൽ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നൊരു ആലോചന ഇന്നലെ ഈ സമയത്ത് രഞ്ജിത്ത് പങ്കുവച്ചതാണ്. അതിന് പോസിബിലിറ്റി ഉണ്ടോ രഞ്ജിത്ത്? എനിക്ക് ഈ ഒന്നാമത്തെ പ്രശ്നം വെച്ചാൽ ട്രക്ക് അവിടെ കിടക്കുന്ന ഇത് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യില്ല. ട്രക്ക് വന്ന് ട്രക്ക് ഐഡന്റിഫൈ നമുക്ക് എങ്ങനെ പുറത്തിറക്കാം? വിക്ടിമൊക്കെ എങ്ങനെ പുറത്തിറക്കാൻ പറ്റും നമുക്ക്? പക്ഷേ ഇത് എവിടെയാണെന്ന് അറിയാൻ കഴിയില്ല. കിടക്കുന്നതുകൊണ്ട് ഇത് പോസിബിലിറ്റിയാണ്. ഞാൻ പറഞ്ഞത് പോസിബിലിറ്റിയാണ്. ഒരു കടയുടെ പോസിബിലിറ്റിയാണ് ഉള്ളത്. ആ പോസിബിലിറ്റി വെച്ചാൽ ഇപ്പം ട്രക്ക് കറക്റ്റ് 100% അവിടെ കിടക്കുന്ന ആർക്കും അറിയത്തില്ല. ട്രക്ക് അവിടെ കിടക്കുന്ന ഇതുവരെയായിട്ട് അറിയില്ല. ട്രക്കിന്റെ ഒരു പുതിയ ട്രക്കിന്റെ വാലത്ത് മുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ ട്രക്ക് ഉൾപ്പെടെ നമ്മൾ പുറത്തിറക്കും. അത് അത്ര കോൺഫിഡന്റ് ആണ്. നമ്മൾ കളക്ടറോട് പറഞ്ഞാൽ ട്രക്ക് അവിടെ ഉണ്ടാക്കിയത്
ഈ ലാസ്റ്റ് കിട്ടിയൊരു സിഗ്നലോ രഞ്ജിത്തെ, ഈ റഡാർ പരിശോധനയിൽ ലാസ്റ്റ് ഒരു സിഗ്നൽ കിട്ടിയെന്ന് പറയുന്നുണ്ടല്ലോ, അത് ലോറിയാന്ന് സ്ഥിരീകരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല സ്ഥിരീകരിച്ചിട്ടില്ല. നമ്മളെ പോസിബിലിറ്റി വെച്ച് അവിടെ GPRന്റെ കാണിക്കുന്നുണ്ട്, അവിടെ ഒരു മാർക്കിംഗ് കാണിക്കുന്നുണ്ട്. ആ മാർക്കിംഗ് രേഖപ്പെടുത്തുക, അതിനകത്ത് ഒരു വേരിയേഷൻ കാണിക്കുന്നുണ്ട് GPR ആ സിസ്റ്റത്തിൽ. അപ്പം ആ മാർക്കിംഗ് വെച്ചാണ് ഇപ്പം ഈ നിമിഷം വരെ ഇപ്പം കുറച്ച് മുമ്പ് വരെ ചെയ്തുകൊണ്ടിരുന്നത്. വിട്ട് മാറിയുള്ള മഴയാണ്, ഇടയ്ക്ക് മഴ സമ്മതിക്കുന്നില്ല, വളരെ ലൂസ് ഓയില്, ഇപ്പോഴും സ്ലൈഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മള് ട്രൈ ചെയ്യുന്ന മാക്സിമം ട്രൈ ഔട്ട് ചെയ്യാണ്. മാക്സിമം ട്രൈ ചെയ്യൂ. എന്തായാലും അർജുനെ കൊണ്ടുപോവാ രഞ്ജിത്ത്, എന്തായാലും അർജുനെ കൊണ്ടുപോവാ. മാക്സിമം ട്രൈ ഔട്ട് ചെയ്യാണ്. ഇപ്പം കുറച്ച് ദിശ മാറി, ഈ വരുന്നവരെ ഒന്നും കറക്റ്റ് ദിശയിലായിരുന്നില്ല. അത് ഏറ്റവും സങ്കടകരമായ കാര്യമാണത്. വളരെ വളരെ ദുഃഖകരമായ കാര്യം. 5 ദിവസം കറക്റ്റ് ദിശയിലല്ല ഇത് പോയിരുന്നത്. ഏറ്റവും വളരെ ദുഃഖകരമായ കാര്യം. വന്നപ്പോൾ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ പോയെന്ന് എനിക്കും വളരെ കഷ്ടമാണ്. ഇപ്പൊ നമുക്ക് അത് അങ്ങേയറ്റം കഷ്ടമാണ്, സങ്കടമാണ്, വേദന ഉണ്ടാക്കുന്നു, ധാർമ്മിക രോഷം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ തൊണ്ടക്കകത്തൊരു കരച്ചിൽ പോലും തന്നെ നിൽക്കുന്നുണ്ട്. പോട്ടെ, ഒരു 3-4 പേരുണ്ട്, അവരെ പോലെ എടുത്തു, നാട്ടുകാരെ പോലെ എടുത്തിട്ടില്ല. അവര് ആരെ അടുപ്പിക്കുന്നില്ല, അവർക്ക് ചെയ്യാവുന്ന കാര്യം ചെയ്യുന്നില്ല. ലേക്കിനകത്ത് കിടപ്പുണ്ട്, അവരെ പോലെ അവർ എടുത്തിട്ടില്ല. ഇവർ സ്വന്തം നാട്ടുകാരെ പോലും. കഷ്ടമാണ്. താങ്ക് യു രഞ്ജിത്ത്. കന്നഡക്കാർ ഇവർ എടുത്തിട്ടില്ല. ശരി, അവിടെ തുടരും. ഇടയ്ക്ക് വിളിക്കാം രഞ്ജിത്ത്, ഫോൺ എടുക്കണേ, ഇടയ്ക്ക് വിളിക്കാം.